സൂപ്പർ താരങ്ങൾ സിനിമകൾ ഒരേ സമയത്ത് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഭയങ്കര മത്സരം ഉണ്ടാവാറുണ്ട്. അത് കൂടുതലും ആരാധകർ തമ്മിലുള്ള മത്സരമാണ്. ഏത് സിനിമയായിരിക്കും നമ്പർ വൺ, ഏത് സിനിമയ്ക്കായിരിക്കും കൂടുതൽ കളക്ഷൻ, ഇങ്ങനെയൊക്കെ ചർച്ചകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെയുള്ള ഒരു സൂപ്പർ താരങ്ങളുടെ ഒരു 2-3 സൂപ്പർ താരങ്ങളുടെ ബോക്സ് ഓഫീസിൽ അവർ ഒരുമിച്ച് പോരാടി ഇപ്പോൾ ആരാണ് വിന്നർ എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു തമിഴ് സിനിമകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തമിഴിലെ ടോപ്പ് ഹീറോസ് 2 പേര്, വിജയ്, അജിത്ത്, തല, ദളപതി. ഇതിലാരാണ് നമ്പർ വൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പൊതുവെ ഫാൻ ഫൈറ്റുകളൊക്കെ വരും. പിന്നെ അത് അജിത്താണെന്ന് അജിത്ത് ഫാൻസ് പറയും, വിജയ് ആണെന്ന് വിജയ് ഫാൻസും പറയും. അതൊക്കെ പല കഥകൾ. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും പറയാൻ പോകുന്നത് 2014 പൊങ്കൽ സീസൺ. അവർ 2 പേരും ശരിക്കും പണ്ട് അവർ ഒരുമിച്ച് സിനിമകളിലൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്താ പറയുക, താരങ്ങളായ ശേഷം അവരൊരുമിച്ച് അഭിനയിച്ചിട്ടില്ല. പക്ഷേ ഇവരുടെ സിനിമകൾ എപ്പോഴും തിയേറ്ററിൽ വന്ന് പോരാടാറുണ്ട്. നമ്മൾ തന്നെ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, 2001 ഒരു പൊങ്കൽ സമയത്ത് അന്ന് വിജയുടെ ഫ്രണ്ട്സും അജിത്തിൻ്റെ ദീന എന്ന് പറയുന്ന ഒരു സിനിമയും ഒരുമിച്ച് ഇറങ്ങിയപ്പോൾ അന്ന് ദീന എന്ന് പറയുന്ന സിനിമ ഇനീഷ്യലി ഭയങ്കരമായിട്ട് കയറി, പിന്നീട് ഫ്രണ്ട്സ് അതിനെ കിടത്തി വെട്ടി. പക്ഷേ കളക്ഷൻ വൈസ് ഇങ്ങനെ ഒപ്പം തന്നെയായിരുന്നു അന്നൊക്കെ. ഇതിപ്പോൾ 2014 അന്ന് ജില്ലയും അതുപോലെ തന്നെ വീരം എന്ന് പറയുന്ന സിനിമ. ഇവർ 2 സിനിമയും അത് ഭയങ്കര ഒരു ഹൈപ്പിൽ വന്ന സിനിമയാണ്. രണ്ട് പേരുടെയും ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾ തന്നെയായിരുന്നു. ഇപ്പോൾ ജില്ല എന്ന് പറഞ്ഞ സിനിമയുടെ നമ്മുടെ മലയാളികൾക്ക് അതിനോട് കൂടുതൽ സ്നേഹം എന്ന് പറയുന്നത് ലാലേട്ടൻ അഭിനയിക്കുന്നു എന്ന് പറയുന്നത്. ലാലേട്ടനും വിജയും ഒരുമിച്ച് അഭിനയിക്കുന്നു, അതിൽ അച്ഛനും മകനായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നു, 2 പേരും കട്ടയ്ക്ക് അഭിനയിക്കുന്നു. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. ഇപ്പോൾ ജില്ലയുടെ ഒരു കളക്ഷൻ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആർട്ടിക്കിളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇത് ഏകദേശം ഒരു ട്രാക്ട് കളക്ഷൻ വെച്ചിട്ടുള്ളതാണ്. ഇതിൽ ജില്ല ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ തമിഴ്നാട് 52 കോടി രൂപ, കേരളത്തിൽ നിന്ന് 8.25 കോടി, കർണാടക 4.25 കോടി, ആന്ധ്രാപ്രദേശ് തെലുങ്കാന ആന്ധ്ര ഏരിയ വരുന്നത് 4.5 കോടി. പിന്നെ ബാക്കി റെസ്റ്റ് ഓഫ് ഇന്ത്യ 1 കോടി, ഓവർസീസ് 21.5 കോടി. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് 92.75. നമുക്കൊരു ഓൾമോസ്റ്റ് എബോ 90 crores ആണ് വേൾഡ് വൈഡ് ഗ്രോസ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വീരത്തിൻ്റെ കളക്ഷൻ നോക്കാം. വീരത്തിൻ്റെ കളക്ഷൻ തമിഴ്നാട്ടിൽ 51 കോടി രൂപ, കേരള 3.25 കോടി, കർണാടക 2 കോടി 30 ലക്ഷം, ആന്ധ്രാപ്രദേശ് 3 കോടി, റെസ്റ്റ് ഓഫ് ഇന്ത്യ 1 കോടി, ഓവർസീസ് 16.5 കോടി. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് 72 കോടി. 72-ന് കുറച്ച് മുകളിലുണ്ട്. അപ്പോൾ ഈ 2 സിനിമയുടെ കമ്പാരിസൺ പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലിപ്പോൾ ഈ ജില്ലയ്ക്ക് 52, വീരത്തിന് 51. നമുക്ക് തമിഴ്നാട് എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ 2014 വിജയും അജിത്തും ഒക്കെ തമിഴ്നാട് കളക്ഷനിൽ അവർ ഏകദേശം ഒപ്പത്തിനൊപ്പമാണ്. ഇന്നും ഒരു കുറച്ച് കാലം മുമ്പ് നമ്മുടെ 2023 വാരിസും തുനിവും ഇറങ്ങിയപ്പോൾ സ്ക്രീൻസ് ഏകദേശം തുനിവിന് കുറച്ച് കൂടുതൽ സ്ക്രീൻസ് അന്ന് കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും പറയാം, സ്ക്രീൻസ് കൂടുതൽ കിട്ടുമ്പോൾ കളക്ഷൻ എന്തായാലും കൂടും, ഇനീഷ്യൽ കളക്ഷൻ എന്തായാലും കൂടും. അപ്പോൾ അന്ന് തുനിവിന് കൂടുതൽ സ്ക്രീൻസും വാരിസിന് കുറവ് സ്ക്രീൻസും ആയിരുന്നു. അന്ന് തമിഴ്നാട്ടിൽ ലോങ് റണ്ണിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒപ്പത്തിന് ഏകദേശം 130-140 കോടി രൂപയുടെ അടുത്തായിരുന്നു ഈ തുനിവും വാരിസും കളക്ട് ചെയ്തിരുന്നത്. ഏതാണ് ടോപ്പ് മുകളിൽ വന്നതെന്ന് എനിക്കല്ല. ഇനീഷ്യലി എന്തായാലും അന്ന് തുനിവായിരുന്നു, കാരണം തിയേറ്റർ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ 2 പേരും തമിഴ്നാട്ടിൽ ഇവർ 2 പേരും കട്ടയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അവരുടെ കണക്ഷൻ. ബാക്കി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളം എടുത്തു കഴിഞ്ഞാൽ 8.25 കോടി രൂപയാണ് അന്ന് ജില്ലയ്ക്ക്, തുനിവിന് ഈ വീരത്തിന് 3.25 കോടിയുള്ളൂ. അതായത് ഏകദേശം ഒരു 1/3 വന്നു, അല്ലെങ്കിൽ ഒരു പകുതിക്കും താഴെ വന്നു. പിന്നെ കർണാടകയായാലും ആന്ധ്രാപ്രദേശ് എടുത്താലും അവിടെയും വിജയുടെ സിനിമയ്ക്ക് തന്നെയാണ് കളക്ഷൻ. റെസ്റ്റ് ഓഫ് ഇന്ത്യ രണ്ടും ഈക്വലാണ്. വേൾഡ് വൈഡ് ഓവർസീസ് ഇന്ത്യക്ക് വെളിയിൽ 21 കോടിക്ക് മുകളിൽ വിജയും അജിത്തിൻ്റെ 16 കോടി രൂപയാണ്. പിന്നെ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് എടുത്തു കഴിഞ്ഞാൽ 90 crores അബോവ് വിജയ്ക്കും അജിത്തിന് 77 കോടി. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കുന്നത് വെച്ചാൽ തമിഴ്നാട്ടിലാണ് ശരിക്കും അജിത്തിന് ഇത് മാത്രമല്ല, പല നമ്മുടെ സിനിമകളുടെ കളക്ഷൻ ഇപ്പോൾ അജിത്തിൻ്റെ വിജയുടെ എടുത്തു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇവർ ഒപ്പത്തിനൊപ്പമാണ്. പക്ഷെ തമിഴ്നാട്ടിൻ്റെ പുറത്ത് വിജയിക്കാണ് കൂടുതൽ. അതായത് നമുക്കറിയാം ഇപ്പോൾ അതിനൊക്കെ ശേഷം ഇതിപ്പോൾ 2014 ഒരു 2025 ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
വിജയുടെ സിനിമകൾക്കാണ് കൂടുതൽ വേൾഡ് വൈഡ് ഗ്രോസ്, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പുറത്തുള്ള. അപ്പോൾ വിജയാണ് കുറച്ചും കൂടി ഒരു പാൻ ഇന്ത്യൻ ലെവലിലുള്ള ഒരു സ്റ്റാർ എന്നുള്ളത് അത് നമ്മൾ സമ്മതിച്ച് തന്നെ പറ്റുള്ളൂ. ഇപ്പോൾ അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന സിനിമയ്ക്ക് അത്യാവശ്യം അവിടെ ഭയങ്കരമായിട്ട് ഓടി. പക്ഷേ അത് വേൾഡ് വൈഡ് ഗ്രോസ് എടുത്തു കഴിഞ്ഞാൽ, എപ്പോഴും അജിത്തിൻ്റെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെജോറിറ്റി, ഒരു 70% കളക്ഷൻ വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ്. ബാക്കി കുറച്ചേ ഉള്ളൂ, ഒരു കാൽഭാഗമോ ഒക്കെ ഉള്ളൂ, ബാക്കിയെല്ലാം തമിഴ്നാടിൻ്റെ പുറത്ത് ഇന്ത്യക്ക് അകത്തുള്ള സംസ്ഥാനങ്ങളായാലും വേൾഡ് വൈഡ് ആയാലും. പക്ഷേ വിജയുടെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തമിഴ്നാടും ഉണ്ട്, ഒരു 50% തന്നെ തമിഴ്നാടിന് പുറത്തുണ്ട്. അതായത് വിജയ്ക്ക് കേരളത്തിലുണ്ട്, അപ്പുറത്ത് ഓവർസീസും എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ നോർത്ത് ഇന്ത്യയിലൊന്നും അധികമൊന്നുമില്ല വിജയ്ക്ക്. പക്ഷേ എങ്കിൽ പോലും അജിത്തിനെക്കാട്ടും കൂടുതൽ തമിഴ്നാട്ടിൻ്റെ പുറത്ത് എപ്പോഴും കളക്ഷൻ കിട്ടുന്നത് വിജയ്ക്കാണ്. അപ്പോൾ വിജയ് ഫാൻസ് അത് വെച്ചിട്ടാണ് എപ്പോഴും അജിത്തിൻ്റെ മുകളിലാണ് വിജയ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇത് 2014 പൊങ്കൽ സമയത്ത്. ഇനി അടുത്ത ലിസ്റ്റുള്ളത് 2019 പൊങ്കൽ സമയത്താണ്. അന്ന് പേട്ടയും അതുപോലെ തന്നെ വിശ്വാസമാണ്, ഇത് രണ്ടിൻ്റെയും കളക്ഷനാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ പേട്ട എന്ന് പറയുന്ന പടം തമിഴ്നാട് 105 കോടി, കർണാടക 18 കോടി, ആന്ധ്ര 12.4, കേരള 8.5, റെസ്റ്റ് ഓഫ് ഇന്ത്യ 5.5, ഓവർസീസ് 71 കോടി. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് 220 കോടി. ഇപ്പോൾ പേട്ട എന്ന് പറയുന്നത് കാർത്തിക് സുബ്ബരാജ്, രജനീകാന്ത് ഒന്നിച്ചത്. രജനി ഫാൻസിനൊക്കെ ഭയങ്കരമായിട്ട്, എനിക്കൊക്കെ പേഴ്സണലി രജനീകാന്തിൻ്റെ അടുത്ത കാലത്തുള്ള സിനിമകളിൽ ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒരു ടോപ്പിൽ നിൽക്കുന്നൊരു സിനിമ തന്നെയാണ് പേട്ട. അപ്പോൾ അത് വേൾഡ് വൈഡ് 220 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനി വിശ്വാസം തമിഴ്നാട്ടിൽ 127 കോടി, കർണാടക 10 കോടി, 10.4 കോടി, ആന്ധ്രാപ്രദേശ് 3 കോടി, കേരള 2.25 കോടി, റെസ്റ്റ് ഓഫ് ഇന്ത്യ 1.5 കോടി, ഓവർസീസ് 35 കോടി. ടോട്ടൽ വേൾഡ് വൈഡ് 180 ക്രോസ്. അപ്പോൾ ഇതിൽ തമിഴ്നാട് എടുത്തു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ രജനീകാന്തിന് 105 കോടിയാണെങ്കിൽ അജിത്തിൻ്റെ വിശ്വാസം 127 കോടിയാണ്. അതായത് പേട്ട എന്ന് പറയുന്നൊരു സിനിമ ഇതിനേക്കാളും കൂടുതലാണ് വിശ്വാസം തമിഴ്നാട് കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പേട്ട ഗംഭീര സിനിമയാണ്, പക്ഷേ വിശ്വാസം എന്നുള്ള സിനിമ നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഒരു ഫാമിലി ഓറിയൻറ്റഡ് ഒരു സിനിമയായിരുന്നു. അതിലൊരു പാട്ടിനൊക്കെ നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും ആ ഒരു കുട്ടിയൊക്കെ ആയിട്ടുള്ള ഒരു ഇമോഷൻസും അജിത്തിൻ്റെ ഒരു അച്ഛൻ്റെ ഒരു ഇമോഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് കുറച്ചുകൂടി ഈ തമിഴ്നാട്ടിലെ ഓഡിയൻസിന് കൂടുതലും അവർക്ക് ഈ പാസം എന്ന് പറയുന്നതിനോട് ഭയങ്കര ഒരു ഇതാണ്. നമുക്കറിയാം അമ്മ പാസമായാലും തങ്കച്ചി പാസമായാലും ഇപ്പം ഇതിലൊക്കെ ഒരു അച്ഛൻ മകളും സാധനമൊക്കെ ഭയങ്കരമായിട്ട് വർക്കായിട്ടുള്ളതാണ്. ആ പേട്ട കുറച്ചും കൂടിയും ഒരു റിവെഞ്ച് മോഡുള്ള ഒരു ഗാങ്സ്റ്റർ മോഡിലുള്ള ഒരു സ്റ്റോറിയൊക്കെയാണ്. അപ്പോൾ കൂടുതൽ ഫാമിലി ഓഡിയൻസ് ഇത് പ്രിഫർ ചെയ്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ അതിൽ അജിത്തിന് കൂടുതൽ കളക്ഷൻ കിട്ടിയത്. ഇനിയിപ്പോൾ നമ്മൾ കർണാടക എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രജനീകാന്തിന് 18ഉം അജിത്തിന് 10 കോടിയുടെ മുകളിലുള്ളൂ. ആന്ധ്രാപ്രദേശ് രജനിക്ക് 12, അജിത്തിന് 3 കോടിയുടെ അടുത്തുള്ളൂ. കേരള 8.25 കോടിയാണ് രജനിക്ക്, ഇവിടെ അജിത്തിന് 2.25 കോടിയുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അജിത്ത് ഇപ്പോൾ നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ അജിത്തും വിജയായിട്ടുള്ളൊരു കമ്പാരിസൺ പറഞ്ഞ പോലെ ഇവിടെ അജിത്ത് രജനീകാന്തിനെ കടത്തി വെട്ടി ഇവിടെ തമിഴ്നാട്ടിൽ. പക്ഷേ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ രജനീകാന്ത് തന്നെ സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിജയിനെ കുറിച്ച് പറഞ്ഞ പോലെയാണ് രജനീകാന്തിനും ഒരു പാൻ ഇന്ത്യൻ ലെവൽ ഉള്ളൊരു സംഭവമുണ്ട്. നമുക്ക് രജനീകാന്തിൻ്റെ ഇപ്പോൾ മൊത്തം കളക്ഷൻ, അതായത് ഇപ്പോൾ ഈ പേട്ടയുടെ മൊത്തം കളക്ഷൻ വേൾഡ് വൈഡ് 220 കോടിയാണ്. അതിൽ 105 കോടിയാണ് തമിഴ്നാട്, ബാക്കി മുഴുവൻ അതായത് ഒരു പകുതിക്ക് മുകളിൽ 50%-ൻ്റെയും മുകളിൽ കളക്ഷൻ വന്നിരിക്കുന്നത് തമിഴ്നാടിൻ്റെ പുറത്താണ്. ഇപ്പോൾ അജിത്തിൻ്റെ വിശ്വാസം എടുത്തു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് 180 ക്രോർസിൽ 127 കോടി തമിഴ്നാടിനാണ്. ബാക്കിയുള്ളൂ അതായത് അജിത്തിൻ്റെയും ഒരു മെജോറിറ്റി ഒരു 60-65% വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ രജനീകാന്തിനും വിജയിക്കുമാണ് ശരിക്കും ഒരു പാൻ ഇന്ത്യൻ ലെവലുള്ളത്. ഇത് ഒരിക്കലും ഒരു അജിത്തിനെ മോശമാക്കി ഞാൻ പറയുന്നതല്ല. അജിത്ത് ഒരു സ്റ്റാർ തന്നെയാണ്. പക്ഷേ അജിത്തിൻ്റെ അവിടുത്തെ ഹോം സ്റ്റേറ്റിലാണ്, അവിടുത്തെ ഇതിലാണ് അജിത്ത് കൂടുതൽ സ്റ്റാർ. അജിത്ത് ഒരിക്കലും ഒരു പാൻ ഇന്ത്യൻ ലെവൽ അജിത്തായിട്ടൊരു അങ്ങനെ ഒരു എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു ശ്രമങ്ങളും അജിത്തിൻ്റെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടില്ല എന്നുള്ള ചർച്ചകളും ഞാൻ ഈ അടുത്ത് കേട്ടു. ചില പ്രൊഡ്യൂസേഴ്സോ ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ പറഞ്ഞിരുന്നു അജിത്തിൻ്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ഇപ്പോഴും റെഡി ആയിട്ടില്ല. അതിൻ്റെ കാരണം അജിത്തിൻ്റെ ഒരു റെമ്യൂണറേഷനും അജിത്തിൻ്റെ സിനിമകൾക്ക് വരുന്നൊരു ബിസിനസ്സും വെച്ച് നോക്കുമ്പോൾ അതൊരു പാൻ ഇന്ത്യൻ ലെവലിൽ ബിസിനസ് വരുന്നില്ല. അത് അജിത്തിൻ്റെ സിനിമകൾ എപ്പോഴും തമിഴ്നാട്ടിൽ ഭയങ്കര ഹിറ്റായിരിക്കും, പക്ഷേ പുറത്തോട്ട് വരുന്നില്ല അജിത്തിൻ്റെ സിനിമകൾ. അപ്പോൾ അജിത്ത് ഇനി അറിയില്ല അജിത്ത് ഒരു പാൻ ഇന്ത്യൻ ലെവലിലോട്ടുള്ള ഒരു ഇത് അജിത്തിന് വളരുമോ, അജിത്തിന് ശ്രമിക്കുമോ എന്നറിയാം. നമുക്ക് വിജയ് അഭിനയം നിർത്തുകയാണ്. ശരിക്കും അജിത്തിന് ഒരു ഭയങ്കര ഒരു സാധ്യതയാണുള്ളത്. പക്ഷേ അജിത്ത് അഭിനയം നിർത്തുന്ന പോലെ തന്നെ അജിത്തിൻ്റെതായ റേസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ പോവുകയാണ് എന്നാണ് പറയണത്. ഇനി വർഷത്തിൽ 8 മാസം റേസിങ്ങിന് ബാക്കി 4 മാസമേ അഭിനയിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പുതിയൊരു സിനിമയുടെ ഒരു അനൗൺസ്മെൻറ്റ് പോലും വന്നിട്ടില്ല എന്ന് തോന്നുന്നു അജിത്തിൻ്റെ. അപ്പോൾ അത് ഇനി അജിത്ത് തന്നെ തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ
ഞാൻ ഈ പറഞ്ഞ ഒരു 2 പൊങ്കൽ സീസണിലെ കുറച്ച് കളക്ഷൻസ് എടുത്തതിന് ഇപ്പോൾ രസകരമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അജിത്തിൻ്റെ ഒരു സ്റ്റാർഡം തമിഴ്നാട്ടിൽ എത്രത്തോളമാണെന്നും എന്നാൽ തമിഴ്നാട്ടിൽ പുറത്ത് കുറവാണ് എന്നുള്ളതും എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് ഡിസ്കസ് ചെയ്ത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാം.